ആദ്യമായി ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ടെംപ്ലേറ്റിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 2D വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നു. ഇത് നമുക്ക് 3D വർക്ക് സ്പേസ് ആക്കാൻ ഈ വർക്ക് സ്പേസ് സ്വിച്ചിങ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. നാം ഈ അൺസേവ്ഡ് വ്യൂ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റാൻ UCS ഐക്കൺ ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓബ്ജക്റ്റ് ആണ് നാം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ടോപ്പ് വ്യൂവിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ടോപ്പ് വ്യൂവിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് റേഡിയസ് 120, പിന്നെ റേഡിയസ് 130, റേഡിയസ് 150 രീതിയിലുള്ള 3 സർക്കിളുകൾ വരയ്ക്കാം. സെന്റർ റേഡിയസ് എടുക്കാം 20, എൻ്റർ. 130, എൻ്റർ. 180, എൻ്റർ. ഇനി നമുക്ക് ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വരക്കാം. ഒരു ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം. ട്രാക്ക് ചെയ്ത് ഓട്ടോ ഓൺ ചെയ്യാം. ട്രാക്ക് ചെയ്ത് ലൈൻ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം. ഇങ്ങോട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓ എൻ്റർ. 21, എൻ്റർ. ഇങ്ങോട്ട് 21, അങ്ങോട്ടും 21. ശേഷം ഈ ക്വാഡ്രന്റിൽ നിന്ന് ഈ ക്വാഡ്രന്റിൽ നിന്ന് നമുക്ക് 48 യൂണിറ്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 45 യൂണിറ്റിന്റെ ലൈൻ വരയ്ക്കണം. ഇവിടെ നിന്ന് 48 യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്യാം. ഇവിടെ ഈ പെർപെൻഡിക്കുലറിൽ ജോയിൻ ചെയ്യാം. അപ്പൊ 21 യൂണിറ്റ് ആയിരുന്നു. ഇനി 42 യൂണിറ്റിലേക്ക് ആക്കാനായിട്ട് നമുക്ക് ലെങ്തൻ ചെയ്യാം. ലെങ്തൻ ഷോർട്ട്കട്ട് LEN ആണ്. LEN. ടോട്ടലിന് T എൻ്റർ. ടോട്ടൽ 42, എൻ്റർ. ഇത് സെലക്ട് ചെയ്താണ് ഈ ഭാഗം. അപ്പൊ 42 യൂണിറ്റിലേക്ക് ലെങ്തൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗം നമുക്ക് ഈ ക്വാഡ്രന്റിൽ നിന്ന് നമുക്ക് 42 യൂണിറ്റിലേക്കുള്ള ലൈൻ വരക്കാം. അപ്പൊ ഈ ക്വാഡ്രന്റിലേക്ക് ലൈൻ വരക്കാനായിട്ട് ഈ ക്വാഡ്രന്റിൽ നിന്ന് ലൈൻ കമാൻഡ് എടുക്കുക. ക്വാഡ്രന്റ് സെലക്ട് ചെയ്യുക. ഈ പെർപെൻഡിക്കുലറിൽ ജോയിൻ ചെയ്യുക. 21 യൂണിറ്റ് ആയി. 42 യൂണിറ്റിലേക്കാക്കാൻ അത് ലെങ്തൻ ചെയ്യും. അപ്പൊ LN എൻ്റർ. ടോട്ടലിന് T എൻ്റർ. ടോട്ടൽ എത്രയാണ്? 42. അപ്പൊ 42 ലൈൻ സെലക്ട് ചെയ്താൽ ഈ ഭാഗം സെലക്ട് ചെയ്യും. അപ്പോൾ 42 യൂണിറ്റിലേക്ക് ലെങ്തൻ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനുണ്ട്. ഭാഗം മുഴുവനും ട്രെയിൻ ചെയ്ത് കളയാം. ഇത്രയും ഭാഗം നമുക്ക് മതി ട്രെയിൻ ചെയ്യാം. അപ്പോൾ ട്രെയിൻ കമാൻഡ് എടുക്കാം. ട്രെയിനിന്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എൻ്റർ. ആദ്യം
അകത്തുള്ള ഈ ഭാഗം നമുക്ക് പ്രിന്റ് ചെയ്യാം. പിന്നെ ഈ ഭാഗം മുഴുവൻ നമുക്ക് ചെയ്യാം. വേണ്ട ഈ ലൈൻ വേണ്ട, ഈ സർക്കിൾ വേണ്ട, ഈ സർക്കിളുകളും ചെയ്ത് കളയാം. സർക്കിളിന്റെ ഈ ഭാഗം ക്ലിക്ക് ചെയ്തു, ഈ ഭാഗവും ക്ലിക്ക് ചെയ്ത് കളയാം. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ഈ പ്രൊഫൈലാണ് നമുക്ക് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ആക്കി എടുക്കേണ്ടത്. ഇതിനകത്തുള്ള ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതാണ് പ്രൊഫൈൽ നമുക്ക് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ആക്കാനുള്ളത്. നോക്കാം, ഈ പ്രസ് ചെയ്യേണ്ടത് ഈ ഭാഗം 70 യൂണിറ്റിലേക്ക്, അതിന്റെ ഈ ഭാഗത്തേക്ക് 70 മൈനസ് 38 യൂണിറ്റിലേക്ക്, പിന്നെ ഇത് 20 യൂണിറ്റിലേക്കും പ്രസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇത് 2D വയർഫ്രെയിമിൽ എടുത്താക്കാം. ശേഷം ഇത് 70 യൂണിറ്റിലേക്ക്, ഈ ഭാഗം 38 യൂണിറ്റിലേക്ക്, 38 ഭാഗം 30 യൂണിറ്റിലേക്ക്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം. ഇനി നാം ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പൊ നമ്മൾ ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് റൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. റൈറ്റ് സെലക്ട് ചെയ്യുക. റൈറ്റ് യൂസ് ചെയ്തിട്ട് ഈ എൻഡ് പോയിന്റിൽ നിന്ന് 48 യൂണിറ്റ് മാറി ട്രാക്ക് ചെയ്ത് നമുക്ക് 20 രീതിയിലുള്ള ഒരു റെക്ടാങ്കിൾ ആദ്യം 3 20 48 യൂണിറ്റിലേക്ക് മാറാം. അപ്പൊ ലൈൻ കമാൻഡ് എടുക്കാം, 48 യൂണിറ്റിലേക്ക് 48 യൂണിറ്റിലേക്ക് ആക്കി 3 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് വരയ്ക്കണം. 20 യൂണിറ്റിലേക്കുള്ളതാണ് നമുക്ക് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കുന്നത്. അപ്പം 20 3 എൻ്റർ 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 ഒരു റെക്ടാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഈ റെക്ടാങ്കിളിൽ ശരിക്കും അത് ഇൻഡിപെൻഡന്റ് ലൈൻസ് ആണ്. അത് നമുക്ക് ജോയിൻ ചെയ്ത ഒറ്റ ഒബ്ജക്റ്റ് പ്രൊഫൈലാക്കാൻ നമ്മളിത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഫാമിലി പോയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. ജോയിൻ കമാൻഡിന്റെ ഷോർട്ട്കട്ട് ജെ ആണ്. എൻ്റർ സെലക്ട് ചെയ്ത പോലെ ഇതിപ്പോ ഈ ഷെഡ് പുതിയ വയർഫ്രെയിമിൽ സെലക്ഷന് എളുപ്പമാണ്. എൻ്റർ ചെയ്യാം. ഒറ്റ ഒബ്ജക്റ്റ് ആയി. ഇനി നമുക്കിത് പ്രസ് ചെയ്യല്ല വേണ്ടത്, എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പൊ എക്സ്ട്രൂഡ് കമാൻഡ് എടുക്കാം. 48 യൂണിറ്റിലേക്കാണ് എൻ്റർ ചെയ്യുക. 42 48 യൂണിറ്റിലേക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഷെയ്ഡഡ് പിക്ചേഴ്സിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. അത് ഇത് ഒറ്റ ഒബ്ജക്റ്റ് ആക്കാം. അതിന് നമ്മൾ ഈ യൂണിയൻ എന്ന് സെലക്ട് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഈ സർക്കിളുകളാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് ഈ റഫറൻസ് ലൈൻ ഇങ്ങനെ ഉണ്ടാക്കാം. ഈ സർക്കിളുകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ റഫറൻസ് ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റഫറൻസ്, അതായത് 22 യൂണിറ്റ്, ഇവിടെ നിന്ന് 22 യൂണിറ്റിലേക്കുള്ള റഫറൻസ് ലൈൻ, ഇവിടെ നിന്ന് 22 യൂണിറ്റുകളുടെ റഫറൻസ് ലൈൻ ഇങ്ങോട്ടുള്ള ലൈനുകൾ. അപ്പൊ ലൈൻ കമാൻഡ് എടുക്കാം.
22 യൂണിറ്റിലേക്കാണ്. ബാങ്ക് മാറ്റം ചെയ്തിട്ട് ഇവിടെ നിന്ന് 22 യൂണിറ്റിലേക്ക്. 22 യൂണിറ്റിലേക്ക് പെർപെൻഡിക്കുലറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലൈൻ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ഇവിടെ നിന്ന് 22 യൂണിറ്റിലേക്ക് ലൈൻ കമന്റ് എടുക്കുക. സെലക്ട് ചെയ്യുക. 22 ഇവിടെ നിന്ന് 22 യൂണിറ്റിലേക്കാണ്. ഇവിടെ പെർപെൻഡിക്കുലറിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കാം, റഫറൻസ് ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഈ റഫറൻസ് ലൈൻ ഈ അകത്തുള്ള ഈ സർക്കിളിന് വേണ്ടിയുള്ള റഫറൻസ് ലൈനാണ് ഇവിടെയുള്ളത്. നമുക്ക് സർക്കിൾ ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് ഈ എഡ്ജുകൾ, രണ്ട് എഡ്ജുകളും അകത്തേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെന്റർ പോയിന്റ് ഉണ്ടാക്കണം. ഇതിന്റെ അതുകൊണ്ട് ഇവിടെ നമുക്ക് കോപ്പി എക്സ്ട്രാക്ട് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം കോപ്പി അഡ്ജസ്റ്റ് എടുക്കണം. കഴിഞ്ഞിട്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യാം. ബേസ് പോയിന്റ് ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, പോയിന്റ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പോയിന്റ് റഫറൻസ് ലൈൻ അതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇനി കോപ്പി അഡ്ജസ്റ്റ് എടുക്കാം. ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് എൻഡ് പോയിന്റ് എടുക്കുക, സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ മിഡിൽ പോയിന്റ് എടുക്കുക. ഇനി കോപ്പി എടുക്കുക. ഇവിടെ ഈ എഡ്ജ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് ഈ എഡ് പോയിന്റ് എടുക്കുക, നെക്സ്റ്റ് പോയിന്റ് എടുക്കുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പോയിന്റ് എടുക്കുക. ഈ കോപ്പി എടുക്കുക, എഡ്ജ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് എൻഡ് പോയിന്റ് എടുക്കുക, സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ മിഡിൽ പോയിന്റ് എടുക്കുക. നമ്മൾ ശരിക്കും ആ സർക്കിളിന്റെ റഫറൻസ് പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാണ് മിഡിൽ പോയിന്റുകൾ. ഇനി നമുക്ക് സർക്കിൾ വരക്കാം. സർക്കിൾ 12 ഡയമീറ്ററിലെ രണ്ട് സർക്കിളാണ് വരക്കാം. അപ്പോൾ സർക്കിൾ വരക്കാം. സെന്റർ ഡയമീറ്റർ എടുക്കാം. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് യൂസിന് ടോപ്പ് യൂസിലേക്ക് ആക്കണം. ടോപ്പ് യൂസിലേക്ക് ആക്കാം. ഇനിയാണ് നമുക്ക് അത് ചെയ്യേണ്ടത്. സെന്റർ ഡയമീറ്റർ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് 12 ഡയമീറ്ററിൽ സെലക്ട് ചെയ്യാം. 12 എൻ്റെ അടുത്തതും സെന്റർ ഡയമീറ്റർ 12. ഇപ്പൊ രണ്ട് സർക്കിളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലസ് കൂടിയാണ്. പ്ലസ് കൂടി നമുക്ക് ഈ ലൈനൊക്കെ ഒഴിവാക്കാം. അതിന് നമ്മൾ ഇനിയും ഈ 2D വയർഫ്രെയിമിലേക്ക് മാറ്റിയാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് അപ്പൊ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നേരിട്ട് നമുക്ക് ഷെഡ്യൂളിലേക്ക് പോകാം. ഷെഡ്യൂളിലേക്ക് പോകാം. ഇനി നമുക്ക് ഇത് പ്ലസ് കൂടി ചെയ്യാം. രണ്ടും ചെയ്ത് ഇപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് ചെയ്യുന്നതാണത് രണ്ട് എഡ്ജുകൾ 13 യൂണിറ്റിലേക്ക് അകത്തേക്ക് നമുക്ക് കോപ്പി ചെയ്യണം.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് യൂസേഴ്സിലേക്ക് ആക്കുക. ഫ്രണ്ട് യൂസേഴ്സ് ആണ്. ഫ്രണ്ട് യൂസേഴ്സിലേക്ക് ആക്കുക. ഇതിൽ നിന്ന് ഫ്രണ്ട് യൂസേഴ്സിലേക്ക് ആക്കാം. നമുക്ക് കോപ്പി ചെയ്യാം. 13 യൂണിറ്റിലേക്കാണ് കോപ്പി ചെയ്യേണ്ടത്. രണ്ട് ഭാഗം 13, പിന്നെ 3.5 മുകളിലേക്ക്. അപ്പോൾ സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. 13 കോപ്പി എടുക്കാം. എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യാം. ബേസ് പോയിന്റ് ആക്കാം, ഡ്രാഗ് ചെയ്യാം. 13 എൻ്റർ. ഇനി കോപ്പി എടുക്കാം. അടിയിലെ എഡ്ജ് സെലക്ട് ചെയ്യാം. സെലക്ഷൻ ആവുന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് സ്റ്റുഡിയോ ഫ്രെയിമിലേക്ക് പോകുക. എന്നിട്ട് പിന്നീട് കോപ്പി അഡ്ജസ്റ്റ് ചെയ്യാം. 3.5 ആണ്. 3.5 എൻ്റർ. അത് സെലക്ട് ചെയ്യും. ഇനി എസ്കേപ്പ് ചെയ്യുക. നമുക്ക് ഷെയ്ഡിലേക്ക് തന്നെ പോകാം. ഇനി നമുക്ക് ഇത് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് കമാൻഡ് എടുക്കാം. അവിടെ ഇനി നമുക്ക് ഈ ലൈനുകളൊക്കെ ഒഴിവാക്കാം. എറേസ് കമാൻഡ് എടുക്കാം. ഈ എൻ്റർ ഫുൾ സെലക്ട് ചെയ്യുക. ഓബ്ജക്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ലൈനുകളെല്ലാം ഒഴിവായി കഴിഞ്ഞു. നമുക്ക് ചെയ്യാനുള്ളത് 4x40 at 4 corners. 4 കോർണറിലും 4 എമൗണ്ട്, 4 രീതിയിലുള്ള 4 ലെങ്തിലുള്ള വരച്ച് കഴിഞ്ഞിട്ട് കോപ്പി കഴിഞ്ഞിട്ട് നമുക്കത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് ആക്കി ഉണ്ടാക്കി. അതിന് വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് എടുക്കാം. എഡ്ജ് സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. 4 എൻ്റർ. എഡ്ജ് സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. 4 ഇവിടെ അതുപോലെ തന്നെ ചെയ്യാം. എഡ്ജുകൾ നമുക്ക് കോപ്പി ചെയ്യാം. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇങ്ങനെ ആ ഒരു പ്രസ് ചെയ്ത് ആ ഒരു കണ്ടീഷൻ ഒബ്ജക്റ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ കോപ്പി ചെയ്ത ലൈനിന്റെ എഡ്ജുകൾ തമ്മിൽ മുട്ടിക്കുന്ന രീതിയിൽ നമുക്ക് ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. പോയിന്റ് സെലക്ട് ചെയ്യുക. അടുത്ത ലൈൻ കമാൻഡ് എടുക്കാം. പോയിന്റ് എടുക്കാം. ഇവിടെയും അങ്ങനെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം. ലൈൻ കമാൻഡ് എടുക്കാം. പോയിന്റ് സെലക്ട് ചെയ്യാം. അടുത്ത ലൈൻ കമാൻഡ് എടുക്കാം. പോയിന്റ് സെലക്ട് ചെയ്യുക.
നമുക്ക് പ്രസ്കൂട്ട് ചെയ്യാൻ പറ്റും. 45 ഡിഗ്രിയിലാണ് പ്രസ്കൂട്ട് കമാൻഡ് എടുത്ത് ആദ്യം ഈ ഭാഗം ഈ ഭാഗം പ്രസ്കൂട്ട് ചെയ്യാം. ഇവിടെയും പ്രസ്കൂട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ഒബ്ജക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ഈ ലൈനുകളെല്ലാം അറേഞ്ച് ചെയ്ത് കളയാം. എന്താ അറേഞ്ച് ഒബ്ജക്റ്റ് ഫുൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എല്ലാ ലൈൻസ് ഒഴികെ ഇപ്പോ നമ്മളിപ്പോ യഥാർത്ഥത്തിൽ കൃത്യമായി ഈ ഒബ്ജക്റ്റ് കൃത്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒബ്ജക്റ്റ് കൃത്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമുക്കൊരു കളർ ചെയ്യും. ഡബിൾ ക്ലിക്ക് ആയിട്ട് കളർ ബൈ ലെയറിൽ ക്ലിക്ക് ചെയ്താണ് സെലക്ട് കളർ എടുക്കാം. നമുക്ക് ഏതെങ്കിലും കളർ എടുക്കാൻ പറ്റും. കളർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കളർ എടുക്കാം, ഈ കളർ എടുക്കാം, കളർ എടുക്കാം, ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. കളർ എടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കാം. ഇനി എസ്കേപ്പ് ചെയ്യാം. അപ്പൊ ആ കളറിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കൃത്യമായി ഓബ്ജക്റ്റ് അതേ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.